നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ട കേസിൽ CBI അന്വേഷണം വേണമെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ദേശീയ ചെയർമാൻ ആർ മുരുകൻ സെൽവൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിയിട്ടും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കുന്നതിനും തീർത്ഥാടകർക്ക് മതിയായ സൗകര്യങ്ങളും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. തീർത്ഥാടകർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ശബരിമല അയ്യപ്പ സേവാ സമാജം പോലുള്ള അംഗീകൃത അയ്യപ്പ സംഘടനകൾക്ക് ദേവസ്വം ബോർഡിന്റെ നിർദ്ദിഷ്ട മാർഗനിർദ്ദേശങ്ങളും ചടങ്ങുകൾക്കും അനുസൃതമായി ഭക്തർക്ക് സേവനം നൽകാൻ അനുവാദം നൽകണമെന്നും ആർ മുരുകൻ സെൽവൻ ആവശ്യപ്പെട്ടു. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന വാണിജ്യവൽക്കരണത്തിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ശബരിമലയെ വരുമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ടല്ലാതെ മറിച്ച് ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായി കാണണം. സാധാരണ ഭക്തന്മാരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്ന നയങ്ങളുണ്ടാകണം. ശബരിമല അയ്യപ്പ സേവാ സമാജം, ഭൂതനാഥ ട്രസ്റ്റ്, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തുടങ്ങിയ അംഗീകൃത സംഘടനകൾക്ക് സന്നിധാനത്തും ദേവസ്വം ബോർഡുകൾ നിയന്ത്രിക്കുന്ന മറ്റു ക്ഷേത്രങ്ങളിലും അന്നദാനം നൽകുന്നതടക്കമുള്ള സേവന പ്രവർത്തനങ്ങളുടെ നീണ്ട ചരിത്രമുണ്ടെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിക്കുന്ന 81-ലധികം അയ്യപ്പ സേവാ കേന്ദ്രങ്ങളിൽ സൗജന്യ അന്നദാനം, വിശ്രമ സൗകര്യങ്ങൾ തുടങ്ങിയവ SASS നൽകുന്നുണ്ട്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിൽ 40 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർക്ക് സൗജന്യ അന്നദാന സേവനം പ്രയോജനപ്പെട്ടു. അത്തരം പ്രവർത്തനങ്ങൾക്ക് സന്നിധാനത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കുകൾ ഭക്തരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സുതാര്യവും നിയന്ത്രിതവുമായ ഒരു ചട്ടക്കൂടിന് കീഴിൽ അന്നദാന സേവനങ്ങൾ പുനരാരംഭിക്കാൻ മേലെ സൂചിപ്പിച്ചിട്ടുള്ള അംഗീകൃത അയ്യപ്പ ഭക്തജന സംഘടനകളെ അനുവദിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഭക്തർക്ക് നിലയ്ക്കലിലും പമ്പയിലും ഇടയിലുള്ള ഗതാഗതം സൗജന്യമായി ലഭ്യമാക്കണമെന്നും അയ്യപ്പ സേവാ സമാജം ചെയർമാൻ ആവശ്യപ്പെട്ടു. KSRTCക്ക് അത്തരം സേവനങ്ങൾ സ്വതന്ത്രമായി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ KSRTCയുടെ മേൽനോട്ടത്തിൽ സന്നദ്ധ സംഘടനകളുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത്തരത്തിൽ സർവീസ് നടത്തുന്ന സംഘടനകളോട് സഹകരിക്കാൻ അയ്യപ്പ സേവാ സമാജം ഒരുക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. എരുമേലി, അഴുത, കരിമല വഴിയുള്ള പരമ്പരാഗത തീർത്ഥാടന പാതയിലൂടെ വരുന്ന ഭക്തർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. പരമ്പരാഗത പാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് 18ാം പടിയിലേക്ക് നേരിട്ട് എത്തുന്നതിന് കരിമലയിൽ നേരത്തെ നൽകിയിരുന്ന പാസ് സംവിധാനം പുനഃസ്ഥാപിക്കണം. വിദഗ്ധർ, അയ്യപ്പ ഭക്ത സംഘടനാ പ്രതിനിധികൾ, ശബരിമല വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർ എന്നിവരുമായി കൂടിയാലോചിച്ച് ശബരിമലയ്ക്കായി 50 വർഷത്തെ സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. തീർത്ഥാടക സൗകര്യങ്ങൾ, ജനക്കൂട്ട നിയന്ത്രണം, ശുചിത്വം, ഗതാഗതം, പരിസ്ഥിതി സംരക്ഷണം, ഭാവിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കണം പദ്ധതി. പൊതുജനാഭിപ്രായം തേടിയ ശേഷം സുതാര്യവും സമയബന്ധിതവുമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കണം. കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആധുനിക ക്യൂ മാനേജ്മെന്റ് സൗകര്യങ്ങൾ വികസിപ്പിക്കണം. 500 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യത്തോടു കൂടി ക്യൂ കോംപ്ലക്സ് വേണം. കുടിവെള്ളം, ശൗചാലയം, ലഘുഭക്ഷണം ലഭ്യമാക്കുന്ന കടകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ക്യൂ കോംപ്ലക്സിൽ ഉണ്ടാകണം. കുഞ്ഞുകുട്ടികളും വൃദ്ധന്മാരുമായി കൂട്ടത്തോടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ മണിക്കൂറുകളോളം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാകണം. ശബരിമല സന്ദർശിക്കുന്ന ഭക്തരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദീർഘകാല അടിസ്ഥാന സൗകര്യ ആസൂത്രണം അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ ക്ഷേത്ര വികസനത്തിനും ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേമത്തിനും മാത്രമായി സുതാര്യത, ഉത്തരവാദിത്തം, ക്ഷേത്ര വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം എന്നിവ ഉറപ്പാക്കുന്ന ഒരു ദേശീയ ക്ഷേത്ര ഭരണ ചട്ടക്കൂട് രൂപീകരിക്കണമെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു. മുതിർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, അംഗീകൃത അയ്യപ്പ സംഘടനയിൽ നിന്നുള്ള പ്രതിനിധികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ എന്നിവരുടെ പ്രാതിനിധ്യം ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര ശബരിമല അതോറിറ്റി രൂപീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. കാര്യക്ഷമമായ ഭരണ നിർവഹണവും ദീർഘകാല ആസൂത്രണവും സാധ്യമാക്കുന്നതിന് ഇത് വളരെ സഹായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അധികാരികൾ, ദേവസ്വം മന്ത്രി, മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുള്ള ദേവസ്വം ബെഞ്ച്, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവരെ കണ്ട് നിവേദനം സമർപ്പിക്കുമെന്നും അതോടൊപ്പം അയ്യപ്പ ഭക്തജനങ്ങളുടെ തീർത്ഥാടനം സുഗമമാക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര സർക്കാരുകളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നതായും മുരുകൻ സെൽവൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.